ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി ക്ലൂസും ഇതൊന്നും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നില്ല, റീഡിങ് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക, ജസ്റ്റ് വിട്ടേക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ? ഈ ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ? ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ? അവർ നിങ്ങളിലേക്ക്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ തിരികെ വരാൻ അവർ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ജസ്റ്റിസ് കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ നോക്കുന്നത് ഓൾറെഡി നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോയിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളാണ് നോക്കുന്നത്. അപ്പോൾ ആ സെപ്പറേറ്റഡ് ആയി പോയിട്ടുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾ രണ്ടുപേരും സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണെന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒത്തിരി പ്രതീക്ഷ വെക്കാവുന്നതാണ്, നിങ്ങൾക്ക് എക്സ്പെക്റ്റേഷൻ വെക്കാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നമുക്ക് മാസ്റ്റർ കാർഡ് തന്നെ ഒരു ജസ്റ്റിസ് കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. വളരെ വ്യക്തമായിട്ടുള്ള ഒരു ആൻസറാണ് നമുക്കിവിടെ ഡയറക്റ്റ് തന്നെ കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുകയാണ്. അതിനായിട്ടുള്ള ഒരു പോസിറ്റീവ് അപ്രോച്ചുമായിട്ട് ഉടനെ തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് വരും, ഒരു ആക്ഷൻ എടുക്കും എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം, ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. യൂണിവേഴ്സായിട്ട് തന്നെ ഒരുമിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ സ്മൂത്ത് ഗോയിങ് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഇനി ഓൺ ആൻഡ് ഓഫിൽ പോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് കുറച്ച് നാളായിട്ട് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ പൊങ്ങിയും താണും ഉയർന്നും താന്നും പോകുന്ന അത്തരത്തിലുള്ള ഒരു വേവ് ലെങ്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ സെപ്പറേഷനിലാണെങ്കിൽ ഉടനെ തന്നെ കുറച്ച് നാളുകൾ ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും ഒരു കോൺഫ്ലിക്ട്സുകളെല്ലാം പറഞ്ഞു തീർത്ത് വീണ്ടും നിങ്ങൾ സ്മൂത്ത് ഗോയിങ്ങിലേക്ക് വരും. അതിനുശേഷം പിന്നീട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടായി നിങ്ങൾ വീണ്ടും സെപ്പറേറ്റ് ആയി പോകുന്നു. വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് വീണ്ടും ഒന്നിച്ച് ചേരുന്നു, വീണ്ടും സെപ്പറേഷൻ ആകുന്നു, അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പൊ ഈ റിലേഷൻഷിപ്പിൽ കാണുന്നത് ഇങ്ങനെ തന്നെയാണ് ഇത് പോകേണ്ടതും, ഇതിന്റെ ഒരു ഡെസ്റ്റിനി അങ്ങനെയാണ്. അതുകൊണ്ട് ഒരു സംശയവും നിങ്ങൾക്ക് തോന്നേണ്ട കാര്യമില്ല. അതിപ്പോൾ ഇതിങ്ങനെ ഓൺ ആൻഡ് ഓഫിൽ പോകുന്നതുകൊണ്ട് തന്നെ ആളുകൾ ചിന്തിക്കും, നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടാകാം. പക്ഷെ അങ്ങനെ ഒന്നും സംശയിക്കേണ്ട ഒരു കാര്യവുമില്ല. ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകും എന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളോടുള്ളത് വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു പ്രണയം തന്നെയാണ്. ഒരിക്കലും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് സിറ്റുവേഷൻ ഉണ്ടാവുകയുള്ളൂ. അത് ഇതിനോടകം തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്.
അതുപോലെ തന്നെ രണ്ടുപേർക്കും ഈ ഒരു സെപ്പറേഷൻ ടൈം ഓവർകം ചെയ്യാനായിട്ട് വളരെയധികം ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണുന്നു. വളരെ വിഷമത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നു. നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പോലും കഴിയുന്നുണ്ടാവില്ല. ഓരോ നിമിഷവും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുകയാണ് ഇവിടെ നമുക്ക്. നിങ്ങളുടെ പേഴ്സണും ആ ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വന്നു ചേരും. നിങ്ങൾ എന്താണോ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു നിമിഷത്തിൽ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം തീർച്ചയായിട്ടും പോസിബിൾ ആകും എന്ന് തന്നെയാണ് നമുക്കിവിടെ പറയാനായിട്ട് പറ്റുന്നത്. ദാറ്റ് മീൻസ് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും. ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം വളരെയധികം സ്ട്രെങ്ത് ഉള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന്റെ സ്പിരിച്വൽ ബോണ്ടിങ് എന്ന് പറയുന്നത് അത്രയധികം ആഴത്തിലുള്ള അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള ഒരു പ്രണയബന്ധമാണ് നിങ്ങളുടേത് എന്നാണ് ഇവിടെ നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്യുക. ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും എന്നുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ തന്നെയാണ് ഈ റീഡിങ്ങിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡ് കൂടി എടുത്ത് നോക്കാം. ക്ലാരിഫിക്കേഷൻ for will they come back to you? Will they come back to you? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ? ക്ലാരിഫിക്കേഷൻ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ? യെസ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ട്. നമുക്കിവിടെ 3 കാർഡ് ഫയർ എനർജിയാണ് നമുക്ക് മെയിനായിട്ട് കിട്ടിയിട്ടുള്ളത്. 3 കാർഡിൽ ഫയർ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു സെപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് അത്രയധികം ഒരു ഇമോഷണൽ ലോസ് ആണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. ഒരു പേടിയാണ് അവർക്ക് എപ്പോഴും ഉള്ളത്. നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ സെപ്പറേഷനിൽ ഇനി ഒരു റീയൂണിയൻ ഉണ്ടാവില്ലേ, ഇത്തരത്തിലുള്ള ഒരു ഓവറായിട്ടുള്ള ചിന്തകൾ, ഓവർ തിങ്കിങ് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ മേ ബി ഈ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 9 days എന്ന് നമുക്ക് പറയാൻ പറ്റും. 9 ദിവസം എന്നിവിടെ നമുക്ക് പറയാനായിട്ട് പറ്റും. 9 daysനുള്ളിൽ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ചേരാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോണ്ടാക്ട് ലഭിക്കാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് സ്മൂത്ത് ഗോയിങ്ങിലേക്ക് വരാനുള്ള ഒരു ചാൻസ് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കണം. അത്രയധികമായിട്ടുള്ള നമുക്കൊരു എനർജി കിട്ടുന്നത് കൊണ്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രണയം എന്ന് പറഞ്ഞാൽ തീവ്രമായിട്ടുള്ള അല്ലെങ്കിൽ ആഴത്തിലുള്ള സ്നേഹം മനസ്സിൽ ഉണ്ട്. ഈ വ്യക്തിക്ക് നിങ്ങളോടുണ്ട്. അല്ലെങ്കിൽ ആ വ്യക്തി മനസ്സിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അവർക്ക് ഇനിയും ഈ ഒരു സിറ്റുവേഷൻ താങ്ങാനായിട്ട് കഴിയുന്നില്ല. ഈ ഒരു സെപ്പറേഷൻ നിൽക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്കും ഈ ഒരു സാഹചര്യം തന്നെയായിരിക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അവരൊരു പ്രോപ്പർ ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ അരികിലേക്ക് വന്നു ചേരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മേ ബി സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോയതായിരിക്കാം. പക്ഷെ അവർ ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും ഇനി ഒരിക്കലും ഒരു കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പകരമാകില്ല എന്ന് ഓരോ നിമിഷവും ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്ന് തന്നെയാണ് നമുക്കിവിടെ ക്ലാരിഫിക്കേഷൻ കാർഡുകളിലൂടെ പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് മെസ്സേജ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഇഫ് ഐ നോ വാട്ട് ലവ് ഈസ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യു. യെസ്, എനിക്ക് സ്നേഹം എന്താണെന്ന് മനസ്സിലായത് നീ കാരണമാണ്. നീയാണ് എനിക്ക് സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കി തന്നത് എന്നാണ് അവർ പറയുന്നത്. I love you because I will never get tired of spending time with you. Yes, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അത് കാരണം ഞാൻ നിന്റെ കൂട്ടത്തിൽ സമയം ചെലവഴിക്കുമ്പോൾ ഒട്ടും തന്നെ ടയേർഡ് ആകുന്നില്ല. അതായത് നിങ്ങളെ അവർക്ക് മടുക്കുന്നില്ല എന്ന് സാരം. ഓക്കെ. ഗിവ് മീ സം ലവ്, ഐ ആം സോറി. എനിക്ക് കുറച്ച് സ്നേഹം തന്നാലും എന്നോട് ക്ഷമിക്കണം എന്ന വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. ഐ ആം ട്രൈങ് ടു ഇംപ്രൂവ് മൈസെൽഫ്. യെസ്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട്
ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നവർ പറയുന്നു. എൻ്റെ മിസ്റ്റേക്കുകളെല്ലാം തിരുത്തി നിങ്ങളിലേക്ക് എത്താനായിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, നിങ്ങളുടെ കൂടെ അവരുണ്ടാകും. എന്ത് പ്രശ്നം വന്നാലും, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും, എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ കൂടെ അവരുണ്ടാകും എന്നാണ് അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നത്. യു ആർ മൈ സോൾ. നിങ്ങളാണ് അവരുടെ ആത്മാവ് എന്നവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഐ എം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ നിന്നെ ലഭിച്ചതിനോർത്ത് ഞാൻ വളരെയധികം ഭാഗ്യമുള്ളവനാണ് അല്ലെങ്കിൽ ഉള്ളവളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ ആം കൗണ്ടിങ് ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് അണ്ടിൽ ഐ ക്യാൻ മീറ്റ് യു അഗെയിൻ. ഇനി നിന്നെ കാണുന്ന ആ ഒരു ദിവസത്തിലേക്ക് വേണ്ടിയിട്ടുള്ള മണിക്കൂറുകളും ദിവസങ്ങളും ഒക്കെ ഞാൻ എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ലവ് യു, സ്നേഹിക്കുന്നു എന്ന് ഈ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ഓക്കെ, അവർക്ക് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ നിങ്ങൾ തമ്മിലുണ്ട്. അല്ലെങ്കിൽ നമുക്ക് റീഡിങ്ങിലും ഓൾറെഡി നമ്മൾ കണ്ടു സ്പിരിച്വൽ ബോണ്ടിങ് വളരെയധികം ഉള്ള ആളുകളാണെന്ന് കാണുന്നു. 2002 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1111 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പേഴ്സൊക്കെ നിങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ച് ഒത്തിരി പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഞാൻ പറയുകയാണ്, ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ അതുപോലെ സയൻസ്, ബട്ടർഫ്ലൈ സയൻസ്, ഇങ്ങനെ തുടങ്ങിയ സയൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചാനലിൽ കയറി നോക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ആർക്കെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു നമ്പേഴ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ നമ്മളത് പറയുന്നതായിരിക്കും. ഷോർട്ട് ഹെയർ, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഷോർട്ട് ഹെയർ ഉള്ള വ്യക്തികളാണ് എന്ന് വിചാരിക്കുന്നു. 1989 എന്ന് പറയുന്ന ഒരു വർഷം കൂടെ കിട്ടിയിട്ടുണ്ട്. 47 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്. നമ്പർ 2 ഇവിടെ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ജി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ വയനാട് ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, അല്ലെങ്കിൽ വയനാട് ജില്ലയ്ക്ക് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് വിചാരിക്കുന്നു. 2002 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. സോഷ്യൽ വർക്കർ, നിങ്ങളുടെ വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളോ സോഷ്യൽ വർക്കർ ആയിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ പരമായ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, അല്ലെങ്കിൽ ഇടുക്കി ഡിസ്ട്രിക്റ്റുമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനോ എന്തെങ്കിലുമൊക്കെ ഒരു റിലേഷൻ ഉണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ബ്ലൂ കളർ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ബ്ലൂ കളർ ഒത്തിരി ഇഷ്ടമാണ് എന്ന് വിചാരിക്കുന്നു. യു ക്യാൻ ട്രസ്റ്റ്. ഓക്കെ, ഓൾറെഡി നമുക്കിത് റീഡിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും ഒന്നും കൂടി നമുക്ക് അടിവരയിട്ട് ഉറപ്പിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പേഴ്സണെ വിശ്വസിക്കാം എന്നാണ് കിട്ടുന്നത്. ടെക് പരമായ ജോലികളോ അല്ലെങ്കിൽ ടെക് ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ടുഡേ ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഡ്രൈവർ, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ഡ്രൈവർ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോ, അല്ലെങ്കിൽ ഡ്രൈവിങ്ങിനോട് ഒത്തിരി ഇഷ്ടമുള്ള ആളുകളോ, അല്ലെങ്കിൽ വാഹനങ്ങളോട് ക്രേസ് ഉള്ളവരോ ഒക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. 1988 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിത് കിട്ടിയിട്ടുണ്ട്. സെൻസിറ്റീവ്, നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയ ആളുകളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. നമ്പർ 22 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 6 days, 6 ദിവസം ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ റീഡിങ്ങിൽ നമുക്ക് 9 ദിവസം എന്നാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് 6 days എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. റെഡ് കളർ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ റെഡ് കളർ ഒത്തിരി ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. 1987 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. അതുപോലെ 1985 എന്ന് പറയുന്നൊരു വർഷവും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഉള്ളൂ ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് ആരെങ്കിലും ഒക്കെ ആയിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ ക്ലൂസ് ഒക്കെ റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.